ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അടയാണ്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചക്കപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശർക്കര, ഏലക്ക, നെയ്യ്, തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അരിപ്പൊടി എന്നിവയാണ്. ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വച്ചിരുന്ന ശർക്കര ഇട്ട് നന്നായി ഒന്ന് അരിയിച്ചെടുക്കാം. ശർക്കര നന്നായി അലിയിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വച്ചിരുന്ന ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. ശർക്കര അലിയിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഒന്ന് പൊട്ടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ചക്കപ്പഴത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സർ നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഈ മിക്സർ ഞാൻ പ്ലേറ്റിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായി ഗാർണിഷ് ചെയ്യുന്നതിനായി കുറച്ച് കാഷ്യൂ നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ഓപ്ഷണലാണ്. ഇത് നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് നേരം നന്നായി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അതിനായി ഞാനിതൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. നമ്മുടെ ചക്കയട വെന്തോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കയട ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.